വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും എന്നതാണ്. നമുക്കേവർക്കും ഏറെ പരിചിതമായ ഒരു വചനഭാഗത്തിലേക്കാണ് നാം കടക്കുന്നത്. കഴിഞ്ഞ മാസം 8 നോമ്പ് ആഘോഷത്തിനിടയിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് തയ്യാറെടുക്കുന്ന ദമ്പതിമാർക്കും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്കും ഉള്ള ഒരു ധ്യാനത്തിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി പങ്കുവയ്ക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു വിഷയം അല്പം ഗാഢമായി ധ്യാനിക്കുന്നത് പ്രയോജനം ചെയ്യും എന്ന വിശ്വാസത്തോടെ നമുക്ക് ആരംഭിക്കാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ വചനം സങ്കീർത്തനം 127 മൂന്നാമത്തെ വചനമാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ കൗൺസിലിങ്ങിന് വന്ന ഒരമ്മ സംസാരിക്കുകയുണ്ടായി. 4 വയസ്സുള്ള പ്രിയപ്പെട്ട മകളെ സ്കൂളിലാക്കിയ ശേഷം വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ യാതൊരു സമാധാനവും ഇല്ല. കുട്ടി കരയുന്നുണ്ടാകുമോ, ടീച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തോ, കൂട്ടുകാരുമായിട്ട് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ, കഴിക്കാൻ കൊടുത്തുവിട്ട ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഉത്കണ്ഠയുടെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയുള്ള ഒരു അനുഭവമായി. വീട്ടിലിരിക്കേണ്ട അമ്മ ഓട്ടോ പിടിച്ച് വീണ്ടും സ്കൂളിലേക്ക് എത്തുകയാണ്. സ്കൂളിൻ്റെ ഗേറ്റിൽ സെക്യൂരിറ്റി തടഞ്ഞപ്പോൾ അമ്മ ഒരു ഭ്രാന്തിയെപ്പോലെ പുലമ്പി കരയാൻ ആരംഭിച്ചു. കുഞ്ഞ് ഇരിക്കുന്ന ക്ലാസിൻ്റെ വാതിൽക്കൽ വൈകുന്നേരം വരെ നിലയുറപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഷളായി. അപ്പോഴാണ് കൗൺസിലിങ്ങിനായി ഭർത്താവ് ഈ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വീട്ടിലെത്തിയത്. ഈ അമ്മയുമായിട്ട് സംസാരിച്ചപ്പോൾ കുഞ്ഞിനെ പറ്റിയുള്ള അമിതമായ ഉത്കണ്ഠ, ഈ 4 വർഷവും കുഞ്ഞുറങ്ങുമ്പോൾ പോലും അമ്മ വേറൊരു ജോലിയും ചെയ്യാതെ കുഞ്ഞിന് കാവലിരിക്കുകയും എങ്ങോട്ട് പോയാലും പുറകെ നിൽക്കുകയും വേറൊരു വീട്ടിലോ വേറൊരാളുടെ കയ്യിലേക്കോ ജോലിക്ക് സഹായിക്കുന്ന ഒരു സ്ത്രീയുടെ അടുക്കൽ 1 മണിക്കൂറിന് നേരം പോലും ഈ കുഞ്ഞിനെ കൊടുക്കാനോ ഈ അമ്മ മനസ്സാകുന്നില്ല. കുറെ സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യമാണ്, ഏറെ നാൾ കുട്ടികൾ ഉണ്ടാവാതിരുന്നതിന് ശേഷം ചികിത്സ എല്ലാം നടത്തിക്കഴിഞ്ഞ് ഉണ്ടായ ഒരു കുട്ടിയാണ്. കുട്ടിയുമായിട്ട് അറ്റാച്ച്മെന്റ് ഒരു പരിധിയിൽ കൂടുതലായപ്പോൾ ഭ്രാന്തിൻ്റെ ഒരു ലോകത്തിലേക്ക് അമ്മ പതുക്കെ കടക്കാൻ ആരംഭിക്കുന്നു. ഭർത്താവുമായി സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, കുഞ്ഞ് ജനിക്കുന്നത് വരെ ഭർത്താവുമായി ഏറെ നല്ല ബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ഈ യുവതി കുഞ്ഞുണ്ടായതിനു ശേഷം ഭർത്താവിൻ്റെ യാതൊരുവിധ കാര്യത്തിലും ശ്രദ്ധയില്ലാതാവുകയും ജീവിതത്തിൻ്റെ തന്നെ മുഴുവൻ ലക്ഷ്യം ഈ കുട്ടിയിലേക്ക് ആക്കി വെക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അമ്മയ്ക്ക് കൗൺസിലിംഗ് കൊടുത്തപ്പോൾ സമാനമായ മറ്റൊരു അനുഭവം കൂടെ ഇതിനു മുമ്പ് ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾക്ക് ശ്വാസമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായി രാത്രിയിൽ 2 മണിക്കും 3 മണിക്കും എണീറ്റ് അവർ കിടക്കുന്ന റൂമിൽ പോയി കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വന്ന് കിടന്നുറങ്ങുന്ന അമ്മ. ജീവിതത്തിൻ്റെ ലക്ഷ്യം മുഴുവൻ ആത്മീയമായ ആ ഒരു ഉന്നത ലക്ഷ്യത്തിൽ നിന്ന് മാറി കുഞ്ഞുങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാഹചര്യത്തിൽ
ഈ ഒരു അനുഭവം വിവരിച്ചതിന് ശേഷം വചനം ഈ കാര്യത്തെപ്പറ്റി എന്ത് പറയുന്നു എന്ന് നോക്കി മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അമ്മയുടെ സ്വഭാവത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. നാം എപ്പോഴും കുഞ്ഞുങ്ങളെ ചുറ്റിപ്പറ്റി സഞ്ചരിക്കുന്നവരാണ്. അമിതമായ ഉത്കണ്ഠയും വാത്സല്യവും ലാളനവും അതിരു കടക്കുന്നതോടെ അമ്മമാർ ബാക്കി കാര്യങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോകുന്നത് ഇന്നത്തെ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. നമുക്കൊന്ന് ആത്മീയമായി ഇതേപ്പറ്റി കടന്നു എന്ന് ചിന്തിച്ചു നോക്കാം. ദാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹതയില്ലാഞ്ഞിട്ടും ദൈവം വെച്ചു നീട്ടുന്ന സമ്മാനങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എനിക്കൊരാൾ ഒരു ഗിഫ്റ്റ് തന്നെങ്കിൽ എനിക്ക് ഈ ടൈപ്പ് ഗിഫ്റ്റ് വേണം എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. ആ ആൾക്ക് ഇഷ്ടമുള്ള ഒരു സമ്മാനമാണ് എൻ്റെ കയ്യിലേക്ക് വെച്ച് തരുന്നത്. ദാനവും സമ്മാനവും ആയി കയ്യിലേക്ക് ലഭിക്കുന്ന കുട്ടികളെ എന്ന് നമ്മുടെ സ്വന്തം മാത്രം എന്ന് കരുതുന്നോ അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമാണ്, ഉടമസ്ഥൻ ദൈവമാണ്. കുറെ വർഷങ്ങളിലേക്ക്, കുറെ ദിവസങ്ങളിലേക്ക്, കുറെ മാസങ്ങളിലേക്ക് ഈ കുട്ടികളെ ഒന്ന് നോക്കി കിട്ടാന് നമ്മെ ഏൽപ്പിക്കുകയാണ്. കാര്യസ്ഥ മനോഭാവം മാത്രമേ മാതാപിതാക്കൾ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. ഞാൻ സാധാരണയായി പറയുന്ന ഒരു ഉദാഹരണവും ഇവിടെ ഒന്നുകൂടി പറയുകയാണ്. ആരെങ്കിലും ഒരു വീട് നമ്മൾക്ക് വാടകയ്ക്ക് തന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഉടമസ്ഥൻ വന്ന് വീട് ഒഴിഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ഇതെന്റെ വീടാണ് എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? കുഞ്ഞുങ്ങളെ ദൈവം നമ്മെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നും കണക്കിലെടുത്തല്ല ഏൽപ്പിക്കുന്നത് എന്നതാണ് സത്യം. ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗ് എന്ന വിഷയത്തിലാണ് ഞാൻ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെയ്തിരിക്കുന്ന വിഷയം തന്നെ ദത്തെടുത്ത ദമ്പതിമാരുടെ ജീവിത ഗുണനിലവാരത്തെ പറ്റിയാണ്. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന അനേകം ദമ്പതികളെ വർഷങ്ങളായിട്ട് പരിചയം ഉണ്ടാകാനായി ആ ഒരു പഠനം ഏറെ സഹായിച്ചു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ ഏറെ ദൈവ തിരുസന്നിധിയിൽ നിന്ന് ചിന്തിച്ചപ്പോൾ ദൈവം വെച്ച് തന്ന ചില ഉത്തരങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. മറ്റൊരു വചനത്തിലേക്ക് നാം കടക്കുകയാണ്. സങ്കീർത്തനം 139 അധ്യായം 13 മുതൽ 15 വരെയുള്ള വചനങ്ങൾ. അതിലിങ്ങനെ പറഞ്ഞിരിക്കുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. മെനഞ്ഞു എന്ന് പറയുന്ന വാക്ക് തന്നെ നാം അതിൻ്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കൈവച്ച് രൂപപ്പെടുത്തി എടുത്ത ഒരു രൂപമാണ്. അതുകൊണ്ടാണല്ലോ ഒരാളെ പോലെ മറ്റൊരാളില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. തീർച്ചയായും ദൈവം സ്വന്തം കൈകൊണ്ട് വളരെ സ്പെഷ്യലായി മെനഞ്ഞെടുത്ത ഓരോ കുഞ്ഞും തൻ്റെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നത് അമ്മ പോലും അറിയുന്നതിനു മുമ്പ് ദൈവം അറിയുന്നു എന്നതല്ലേ സത്യം. വീണ്ടും 15 വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. എത്ര സൂക്ഷ്മമായിട്ടാണ് ഒരു കുഞ്ഞിൻ്റെ അവയവങ്ങൾ എന്ന് നാം ശ്രദ്ധിക്കാറുണ്ടോ? ഞങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് ഓരോ അവയവങ്ങളും എത്ര കൃത്യമായിട്ടാണ് അതിൻ്റെ അടിസ്ഥാനമിടുകയും അതിൽ നിന്ന് വളർച്ച വരികയും ചെയ്യുന്നു എന്ന് കാണുമ്പോൾ തന്നെ മനുഷ്യന്റെ ബുദ്ധിക്കോ ഭാവനയ്ക്കോ അതീതമായിട്ടുള്ള കാര്യങ്ങളല്ലേ അമ്മയുടെ ഗർഭപാത്രത്തിൽ നടക്കുക. തീർച്ചയായും അമ്മ അറിയുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്നും എൻ്റെ ഉള്ളം കൈയിൽ നിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിയും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉടമസ്ഥന് ഇല്ലാത്ത വേവലാതി കാര്യസ്ഥർക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ. മാതാപിതാക്കൾ എന്ന നിലയിൽ ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും കൂടെ സ്വീകരിച്ച് നമ്മളാലാവും വിധം പ്രാർത്ഥനയോടെ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നത് മാത്രമാണ് ഒരമ്മയുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കർത്തവ്യം.
മറ്റൊരു വചനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. 2 മക്കബായരുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം. അവിടെ രാജാവിന് വിധേയരാകാത്തതിനെ പ്രതി മരണശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വന്ന ഒരമ്മയും അമ്മയുടെ 7 മക്കളുടെയും കഥയാണ് പറയുന്നത്. സമയമുള്ളപ്പോൾ ഈ അധ്യായം വായിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും. ദൈവത്തിന് പരമോന്നത സ്ഥാനം കൊടുത്തു എന്ന പേരിൽ അല്പം ഒരു വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ 7 മക്കളെയും രക്ഷിക്കാമായിരുന്ന ഈ അമ്മ ആ ഒരു അധ്യായത്തിൽ പറഞ്ഞ ഒരു വചനം ഏറെ എന്നെ സ്പർശിക്കുകയുണ്ടായി. 22-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടു എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. നോക്കുക, മക്കളെ ഭക്തിയിൽ ദൈവത്തിങ്കിലേക്ക് വളർത്തിയ ഒരമ്മയുടെ മക്കളോടുള്ള ഉപദേശം നമുക്കേവർക്കും കണ്ണു തുറപ്പിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. മക്കളെ, നിങ്ങളെ വാർത്തെടുത്തതും നിങ്ങൾക്ക് രൂപം നൽകിയതും ഞാനല്ല, ദൈവമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരമ്മ ദൈവത്തിലേക്കുള്ള ഉത്തരവാദിത്വം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി എത്ര ഭംഗിയായിരിക്കുന്നു എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. വീണ്ടും, മക്കളില്ലാത്ത ദമ്പതിമാരുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് പേർ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഞങ്ങളുടെ പാപനിമിത്തമാണോ? എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചിട്ടും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാത്തത്? റോമ 9:16 ഇങ്ങനെ പറയുന്നു: മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കുന്നു എന്നാണല്ലോ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കിട്ടാത്ത ഒരു സമ്മാനത്തിന് വേണ്ടി ഒരുപാട് അലയേണ്ട ആവശ്യമുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും വചനമനുസരിച്ച് ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക. തരുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഒരു നന്മ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. വചനത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, ദൈവം തരുന്ന സമ്മാനങ്ങളെ നന്ദിയോടെ സ്വീകരിക്കുക. ദൈവം ആവശ്യപ്പെടുന്നത് പോലെ പ്രാർത്ഥനയിൽ അവരെ വളർത്തുക. എല്ലാം ഒന്നും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അതിലും കുറ്റബോധം പേറി നടക്കുന്ന അനേകം മാതാപിതാക്കൾ എൻ്റെ അടുക്കൽ എത്താറുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വീട്ടിൽ 3-4 മക്കളുണ്ട്. അതിൽ 2 പേര് ഒരുപക്ഷെ കുഴപ്പമില്ലാതെ വളരുന്നുണ്ടാവും. 2 പേരെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ടാവും. പ്രാർത്ഥനയിൽ സമർപ്പിക്കുക. പരമാവധി അവർക്ക് വേണ്ടിയിട്ട് നാം പറഞ്ഞു കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ ദൈവത്തിൽ ഏൽപ്പിക്കുക. ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയത്തിനായി ആ മാതാപിതാക്കൾ കാത്തിരിക്കേണ്ടി വരും. 2 ആഴ്ച മുമ്പ് ഒരമ്മ ഫോണിൽ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, ഏകദേശം 30 വയസ്സിന് മുകളിലുള്ള ഒരു മകന് ജോലിയില്ല, ഒരു പ്രത്യേക ഭാവിയിലെങ്ങും എത്തിച്ചേർന്നിട്ടില്ല, വീട്ടിലിങ്ങനെ കഴിയുകയാണ്. കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കുമ്പോഴേ എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ഫലം എന്താണെന്ന് അറിയണ്ടേ? അമ്മ പ്രഷർ തുടങ്ങിയുള്ള ഒരു വലിയ നിര അസുഖങ്ങൾക്ക് ഉടമയായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളും നാം പ്രതീക്ഷിക്കുന്ന പോലെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പ്രാർത്ഥനയിൽ ആശ്വസിക്കാൻ നമുക്ക് കഴിയണം. പ്രത്യാശയോടെ കാത്തിരിക്കാൻ സാധിക്കണം. ദൈവമെല്ലാം അറിയുന്നെന്നും തക്ക സമയത്ത് ഇടപെടുമെന്നും ആഴത്തിൽ വിശ്വാസം തരണേ എന്നല്ലേ നാം പ്രാർത്ഥിക്കേണ്ടത്. അനേകം മാതാപിതാക്കൾ ഈ വചനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. കുഞ്ഞുങ്ങളില്ലാത്തതിനെ പറ്റി വിഷമിക്കുന്നവരിൽ കൂടെ ഉണ്ടാവാം. കുഞ്ഞുങ്ങളുണ്ടായിട്ട് അവരുടെ വഴി പിഴച്ച പോക്ക് നിമിത്തവും പല പ്രശ്നങ്ങൾ മൂലവും രോഗം മൂലവും ഒക്കെ വിഷമിക്കുന്നവരുണ്ടാവും. കുഞ്ഞുങ്ങളെപ്പറ്റി അമിതമായ ഉത്കണ്ഠയും ആകുലതയും പേറി സ്വയം ആരോഗ്യം നശിപ്പിച്ചു കഴിയുന്ന മാതാപിതാക്കളും ഈ കൂടെ ഉണ്ടാകും. മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട് നാളുകളായ അനേകം മാതാപിതാക്കളുടെ ദുഃഖം പങ്കുവയ്ക്കുന്നത് ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ.
വചനത്തിലൂടെ ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പരമപ്രധാനമായ കഴിവും അധികാരവും എല്ലാം ദൈവത്തിൻ്റെതാണ്. അവിടെ സമർപ്പിച്ച് ആശ്വാസം കണ്ടെത്താൻ നാം ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ആ ധ്യാനത്തില് ആ മാതാപിതാക്കളുമായിട്ട് പങ്കുവെച്ച മറ്റൊരു സംഭവം നിങ്ങളുമായിട്ടും പങ്കുവയ്ക്കാൻ ആരംഭിക്കുകയാണ്. അത് 1 സാമുവേൽ 1-ാമത്തെ അധ്യായമാണ്. ഏവർക്കും പരിചിതമായ ഒരു അധ്യായമാണ് അത്. സാമുവേലിന്റെ ജനനം എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കേവർക്കും അറിയാം, ഇല്ലെങ്കിൽ ആ അധ്യായം വായിച്ചാലും മനസ്സിലാകും. എൽക്കാന എന്ന് പറയുന്ന പുരുഷന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. അതിൽ ഹന്നായിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഹന്നായുടെ തീരാ ദുഃഖം ബൈബിളില് ആ സെന്റൻസിൽ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു. എൽക്കാന അവളെ ഒരുപാട് ആശ്വസിപ്പിച്ചുവെങ്കിലും ഹന്നായിക്ക് അതൊരു ആശ്വാസമായി മാറിയില്ല എന്ന് തന്നെ വേണം നാം കരുതാൻ. 5-ാമത്തെ വചനം നാം നോക്കുമ്പോൾ അതില് ഇങ്ങനെ പറഞ്ഞിരുന്നു, അവൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല, എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. വീണ്ടും പറയുന്നു, പെനീന കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരിൽ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു എങ്കിലും പല പ്രാവശ്യം ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. എന്നോട് സംസാരിക്കുന്ന പലരും പറയാറുള്ള ഒരു കാര്യമാണ്, ഭക്ഷണം കഴിക്കാൻ പോലും തോന്നുന്നില്ല, ഞങ്ങൾക്ക് മാത്രം എന്താണ് ദൈവം ഇങ്ങനെ കുഞ്ഞുങ്ങളെ തരാത്തത്. മിക്കവാറും രാത്രികളിൽ ആരും കാണാതെ കരഞ്ഞ് തലേണ കുതിർന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹന്നയുടെ കാര്യം വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ, ബലിയർപ്പിക്കാനായി ബലിപീഠത്തിന് ദേവാലയത്തിലേക്ക് സമീപത്തേക്ക് നടക്കുമ്പോഴെല്ലാം ഹന്നയുടെ പ്രാർത്ഥനയുടെ തീവ്രത ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. 10-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. പ്രിയപ്പെട്ടവരെ, ഹന്നായുടെ നേർച്ചയും മനുഷ്യരുടെ നേർച്ചയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇങ്ങനെ എല്ലാം പറയുന്ന ഒരുപാട് മാതാപിതാക്കൾ കുട്ടികളുടെ ജനനത്തിന് ശേഷം അതെല്ലാം മറന്നു പോകാറുണ്ട് എന്നതല്ലേ സത്യം. തീർച്ചയായിട്ടും കുറച്ച് ആൾക്കാർ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടാവും. വീണ്ടും ഇവളുടെ പ്രാർത്ഥനയുടെ തീഷ്ണതയിൽ ഏലി പുരോഹിതൻ ഇവൾ മദ്യലഹരിയിലാണെന്ന് ധരിക്കുകയുണ്ടായി. അവൾ പറഞ്ഞു, കർത്താവിന്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, വാക്കുകളൊന്നും വെളിയിൽ വന്നിരുന്നില്ല. കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അവൾ വീണ്ടും പറഞ്ഞു, അധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകൾ ഇത് കേൾക്കുന്നുണ്ടാവാം. ഒരുപാട് കുടുംബങ്ങളുടെ വേദനയ്ക്ക് വിഷയമായിരിക്കുന്ന ഒരു സംഭവമായിരിക്കാം. നമ്മുടെ കഴിവിൻ്റെ പരമാവധി പ്രാർത്ഥിക്കുക, ബാക്കി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. വീണ്ടും നമുക്കതിൽ കാണാൻ സാധിക്കും, കർത്താവ് വന്ധ്യയാക്കിയിരുന്ന ഹന്നായ്ക്ക് ഉദരഫലം കൊടുക്കാൻ കർത്താവ് തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ ഏറെ വൈകി ഏറെ പ്രാർത്ഥിച്ചുണ്ടായ കുട്ടിയാണ് സാമുവേൽ. നിങ്ങൾക്കറിയാം, സാമുവേലിൻ്റെ ഒരു പ്രായമായപ്പോൾ അവനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഹന്ന ഏലി പുരോഹിതനോട് പറഞ്ഞ കാര്യം ഏറെ നാം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഏറെ പ്രാർത്ഥിച്ച്
ലഭിക്കുന്ന കുഞ്ഞുങ്ങളെയും നമ്മുടെ ഓരോ കുഞ്ഞിനെയും ദൈവത്തിന് പ്രതിഷ്ഠിച്ച് നാം തീരുമാനമെടുത്താൽ തീർച്ചയായും ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ അമ്മ ഉത്കണ്ഠാകുലയാകുന്ന പോലെ ഉത്കണ്ഠാകുലയാകാൻ നമുക്ക് കഴിയുകയില്ല. ദൈവം തന്ന കുഞ്ഞുങ്ങൾ ഉടമസ്ഥന് വേണ്ടിയിട്ട് വളർത്തുക എന്ന കടമ മാത്രമാണ് മാതാവ് എന്ന നിലയിൽ സ്ത്രീകൾ നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായും മഹനീയ വ്യക്തിത്വങ്ങളായി മഹത്വമുള്ള മാതാപിതാക്കളായി അവർ മാറുന്നത് നമുക്കറിയാൻ സാധിക്കും. ഏറെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് ഇതെങ്കിലും കുഞ്ഞുങ്ങളുള്ളവരും കുഞ്ഞുങ്ങളില്ലാത്തവരും ഈ വചനങ്ങളിൽ കൂടെ ഒന്ന് കടന്നുപോയാൽ തീർച്ചയായും രണ്ടു കൂട്ടർക്കും ആശ്വസിക്കാനുള്ള വക ഈ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നതിൽ സംശയമില്ല. ഏറെ ഫോൺ കോളുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരോടും സംസാരിക്കാനൊന്നും സാധിക്കാറില്ല. എങ്കിലും വചനത്തിലൂടെ നിങ്ങൾക്കുള്ള ഒരു ഉത്തരമായി ഇത് മാറട്ടെ. കുഞ്ഞുങ്ങളുടെ പുരോഗതിയിലും പഠനത്തിലും വളർച്ചയിലും എല്ലാം അമിതമായ ഉത്കണ്ഠയും അമിത ലാളനവും ഒക്കെ കൊടുക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് അംഗീകരിക്കുകയും പ്രാർത്ഥനയിൽ അവരെ വളർത്തുകയും ചെയ്താൽ തീർച്ചയായും കർത്താവിന് പ്രതിഷ്ഠിക്കപ്പെട്ട നല്ല മക്കളായി നാടിനും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ കൊള്ളാവുന്നവരായി അവർ വളർന്നു വരാൻ ദൈവം അനുവദിക്കും എന്നതിൽ സംശയമില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കുഞ്ഞുങ്ങളുടെ ശരിയല്ലാത്ത പോക്കിൽ വിഷമിച്ചിരിക്കുന്നവർ, കുട്ടികളാണല്ലോ മാതാപിതാക്കളുടെ ദുഃഖത്തിന് ഏറ്റവും വലിയ കാരണമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ഏറെ നല്ല വിദ്യാഭ്യാസവും ജീവിത സാഹചര്യങ്ങളും ഭക്ഷണവും ഒക്കെ കൊടുത്തിട്ടും വഴിതെറ്റി അലഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവരെല്ലാം ദൈവത്തിന് സ്വന്തമാണ് എന്ന തിരിച്ചറിവിലേക്ക് നയിക്കാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. മക്കബായരുടെ പുസ്തകത്തിലെ അമ്മ പറഞ്ഞതുപോലെ മക്കളോട് നിങ്ങൾ ദൈവത്തിൻ്റെ ആണ്, ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ദൈവോന്മുഖരായി വളർത്താൻ സഹായകരമായ ഒരു വചന ശുശ്രൂഷയായി ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ ഇല്ലാത്തതിനെ ചൊല്ലിയും മക്കളെ പ്രതിയും ഏറെ വിഷമിക്കുന്ന, രാത്രിയുടെ യാമങ്ങളിൽ കണ്ണീരൊഴുക്കി കഴിയുന്ന, ഹൃദയം തകർന്ന അമ്മമാർക്കും അപ്പന്മാർക്കും വചനം വഴികാട്ടിയായി തീരട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയാനും ദൈവത്തിൻ്റെ ആശ്വാസം ഓരോരുത്തർക്കും ഏറ്റവും കൂടിയ അളവിൽ ലഭിക്കാനും ഈ വചനങ്ങൾക്ക് സാധ്യമാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരുപാട് വിഷമിച്ചിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സ്ത്രീകളെ എല്ലാവർക്കും ദൈവ അഭിഷേകത്തിലേക്ക് കടക്കാൻ ഉതകുന്ന ഒരു പ്രാർത്ഥന സമയത്തിലേക്ക് നമുക്ക് ഭക്തിപൂർവ്വം കടക്കാം. കുഞ്ഞുങ്ങളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഇന്നുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ചാലോ? എല്ലാം നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ നല്ല ഈശോയെ, ഈ സമയം ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവമേ, മാതാപിതാക്കളുടെ ദുഃഖം അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഉദരഫലം ഒരു സമ്മാനമാണ്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കാനുള്ള കൃപയാല് എല്ലാ മാതാപിതാക്കളെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ കാര്യത്തിൽ അമിതമായ ഉത്കണ്ഠയും ആകുലതയും വെച്ച് പുലർത്തി സർവ്വതും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഈ സമയം കർത്താവെ വചനത്തിൻ്റെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിവിട്ട പോക്കിനാൽ വിഷമിക്കുന്ന മക്കളെപ്പറ്റി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഈശോയെ ഏറെ സ്നേഹത്തോടെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, അവരെ അങ്ങ് ഏറ്റെടുക്കണമേ. ഉടമസ്ഥനായ അങ്ങ് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. മാതാപിതാക്കളുടെ വിഷമം അങ്ങ് കാണണമേ ദൈവമേ.
അവർക്ക് ആശ്വാസമായി മാറണമേ. ഈ സമയം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ആഴത്തിൽ പ്രാർത്ഥിക്കാനും ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ കർത്താവെ അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാനും അങ്ങ് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കള്, കുഞ്ഞുങ്ങൾ മരിച്ചുപോയ വിഷമത്താല് വിഷമിക്കുന്ന മാതാപിതാക്കളെ ഈ സമയം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങിൽ ആശ്വസിക്കാനും അങ്ങാണ് ഉടയവൻ എന്ന് മനസ്സിലാക്കാനുള്ള കൃപയാല് കർത്താവെ അവരുടെ മനസ്സിലെ ഭാരവും ദുഃഖവും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൽ വലയുന്ന മാതാപിതാക്കള്, കുഞ്ഞുങ്ങൾ സുഖമില്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കളൊക്കെ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടല്ലോ. ഈ ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെയും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരെയും ഒക്കെ നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.